ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചെടി നടുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുഞ്ഞമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് കുഞ്ഞമ്മ തന്നുവിട്ട ചെടികളാണ് ഇത്. കുഞ്ഞമ്മ തന്നുവിട്ടെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച് മേടിച്ച് വാങ്ങിച്ചെടുത്ത ചെടികളാട്ടോ. ചെടിച്ചട്ടികൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ടാക്കി വെക്കുകയാണെങ്കിൽ വേരൊക്കെ പിടിച്ച് പിന്നെ മണ്ണോടെ നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ വീഡിയോൻ്റെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കമൻറ്റും ഇങ്ങനെ വന്നു, പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഈ സമയം ഉണ്ടാവുള്ളൂ. അവിടെ വേദന ഉണ്ടാവും, ഇവിടെ വേദന ഉണ്ടാവും, കാല് വേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും. ഇപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കാൻ തീരെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കാൻ നടു നല്ല വേദന എടുക്കും. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മളിങ്ങനെ ചെടിയൊക്കെ നട്ട് സെറ്റാക്കി വെക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒന്നും അല്ല കേട്ടോ. പണ്ടത്തെ കാലത്ത് ഓരോ അമ്മമാർ, നമ്മുടെയൊക്കെ അമ്മമാർ തന്നെ അവരുടെ പ്രഗ്നൻസി ജേണിയൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. എൻ്റെ മമ്മി തന്നെ പശുവിനെയൊക്കെ കറന്നിട്ട് അന്ന് പോയിട്ട് രാവിലെ പശുവിനെ കറന്ന് അന്ന് പോയിട്ടാണ് പ്രസവിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മളൊരു ഹോബി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇതൊന്നും ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ഒരു ഫസ്റ്റ് ഒരു 4 മന്ത് ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെൻ്റലി ഫിസിക്കലി ഒന്നിനും പറ്റത്തില്ലാത്ത, അതായത് ഒന്നും ചെയ്യാനൊരു മൂടോ ഉന്മേഷമോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു. എനിക്ക് ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല, എന്താ പറയുക, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് കേട്ടോ, ആ ഒരു 4 മാസം ചേട്ടയെ എന്നെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്, കെയർ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. കാരണം എനിക്ക് ഒട്ടും മെൻ്റലി ഫിസിക്കലി ഒന്നും ചിലപ്പോഴൊക്കെ ഇങ്ങനെ നിന്ന നിപ്പിരി ഞാനിങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ട് അന്ന്. അപ്പോഴൊക്കെ ചേട്ടയെ അത് എന്താ പറയുക, അതെല്ലാം ക്ലീൻ ചെയ്ത് എനിക്ക് ഓർക്കാൻ വയ്യ കേട്ടോ. അപ്പം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും പേഴ്സണാലിറ്റിയും അതിനൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ചിലർക്ക് ചെയ്യാൻ പറ്റും, ചിലർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആരെയും നോക്കാണ്ട് നമുക്ക് എന്താണോ പറ്റുന്നത് അത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടോട്ടോ, ഇത്രയും നേരം ഞാനിവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഈ ചെടി ഇങ്ങനെ നട്ടുമല്ലോ. എനിക്ക് എണീറ്റപ്പോൾ എൻ്റെ നടുവെല്ലാം കൂടെ പറഞ്ഞു പോരുന്ന പോലെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിക്കുകയാണോ കരയാണോ, നല്ല വേദനയുണ്ട്. വേദന എടുത്ത് ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടോ? അതവിടെ നോക്ക് കാണാം. ഞാനങ്ങനെ നടക്കാനേ പറ്റുന്നില്ലായിരുന്നില്ല. ഇതൊക്കെ കുറേ ഇങ്ങനെ ആദ്യം കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ വീഡിയോ എടുത്ത് അങ്ങനെ എടുത്ത വീഡിയോ ആട്ടോ. ഇത് തീരെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതൊക്കെ ഇന്ന് തന്നെ നട്ട് സെറ്റാക്കണം എന്നാട്ടോ വിചാരിച്ചത്. പക്ഷെ തീരെ പറ്റുന്നില്ലായിരുന്നേ. ലാസ്റ്റ് ആയപ്പോൾ തന്നെ ചേട്ടയാട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. എനിക്ക് ഈ സ്റ്റിക്കും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ തീരെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.